പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യമായി കമ്പനിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. Company is an incorporated association which is an artificial person created by law having separate entity with a perpetual succession and a common seal. കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് അല്ലേ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് നമുക്ക് പറയാം. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ദ കമ്പനി ഹാവ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഇറ്റ് ഹാവ് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് പെർപെക്ച്വൽ സക്സഷൻ? കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അതുപോലെ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെയുള്ളതാണ് നമ്മൾ കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇറ്റ് ഈസ് ദ പേഴ്സണൽ ചോയ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദ ഡിസൈർ ടു ഗെറ്റ് പ്രോഫിറ്റ് or some other object of their own which inspires them to become members of the company. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റീവായിട്ട് തുടങ്ങുന്നതാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് കമ്പനിക്കുള്ളത്. ഇറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് ഡീൽ വിത്ത് എനി ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓണർഷിപ്പ് ഓർ ഇൻ എനി വേ ഇറ്റ് ലൈക്സ്. അതിൻ്റേതായ പേരിൽ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. അതുപോലെ ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. ദ കമ്പനി ക്യാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ഇറ്റ്സ് ഓൺ നെയിം, സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് പറയാം പെർപെക്ച്വൽ സക്സഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, കണ്ടിന്യൂറ്റി ഓഫ് എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. ദ ലാബിലിറ്റി ഓഫ് കമ്പനി ഈസ് കൺസിഡേർഡ് ആസ് ലിമിറ്റഡ്. കമ്പനിയുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അല്ലേ. അതായത് ദ കമ്പനി ഈസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ദ ലാബിലിറ്റി ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. കമ്പനിയുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻറ്റ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം എന്നാണ്. അതായത് എ ഷെയർ ഹോൾഡർ ക്യാൻ നെവർ ബി ആസ്ക്ഡ് ടു പേ എനിത്തിങ് മോർ ദാൻ ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർ മണി. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ദ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ, but the private company cannot freely transfer the shares. Then artificial person ആണ്. The company have a separate seal, common seal ഉണ്ടായിരിക്കും കമ്പനിക്ക്. പിന്നെ അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പല പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനിയുടെ കേസിൽ പറയാൻ പറ്റും. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ദ കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റി, on the basis of number of members and on the basis of ownership, on the basis of control and on the basis of nationality. ഇങ്ങനെ പല രീതിയിൽ കമ്പനീനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Firstly, we can see on the basis of incorporation. On the basis of incorporation, there are chartered companies, statutory company, രജിസ്റ്റേർഡ് കമ്പനി. 3 കമ്പനീസാണ്. അപ്പോൾ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സ്പെഷ്യൽ ചാർട്ടർ. എ ചാർട്ടർ കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദ ചാർട്ടർ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ് ആൻഡ് കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. ഒരു പ്രത്യേക ചാർട്ടർ പ്രകാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂൾ പ്രകാരം വന്നിട്ടുള്ള കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതെല്ലാം ചാർട്ടേഡ് കമ്പനിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ചാർട്ടേഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസ് വെയർ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ഇൻഡിപെൻഡൻസിന് മുൻപുണ്ടായിട്ടുള്ള കമ്പനീസാണ്. ഇത് ചാർട്ടേഡ് കമ്പനീസിന് എക്സാമ്പിളാണ്. ദെൻ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്.
സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുമ്പം എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. RBI, അതുപോലെ LIC, UTI ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ദെൻ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുമ്പം കമ്പനി ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ഓർ സം ഏർലിയർ കമ്പനീസ് ആക്ട്. Such companies come into existence only when they are registered under the Act and the certificate incorporation has been issued by the registrar. രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസാണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി നമുക്ക് പറയാം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു സച്ച് എമൗണ്ട് ആസ് ദ മെമ്പേഴ്സ് മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ബൈ ദ മെമ്മോറാണ്ടം ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ബീയിങ് വൗണ്ട് അപ്പ്. ഗ്യാരൻറ്റീഡ് എമൗണ്ട് ആയിരിക്കും അവിടെ കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പം അവിടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഓർ അൺലിമിറ്റഡ് കമ്പനി എന്നുള്ളത് ഈ കേസിൽ എറൈസ് ചെയ്യുന്നതാണ്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പർ. അതായത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിക്ക് യാതൊരു ലിമിറ്റും ഉണ്ടായിരിക്കില്ല അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ദർ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി. ദെൻ വരുന്നത് ഏതാണ്? പബ്ലിക് കമ്പനി. രണ്ട് രീതിയിലാണ് വരുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ പ്രൈവറ്റ് കമ്പനി, അക്കോർഡിംഗ് ടു ദ ആക്ട്, പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh rupees ഓർ സച്ച് ഹയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒമിറ്റഡ് ബൈ ദ കമ്പനീസ് ആക്ട്. അപ്പം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh ആയിരിക്കും. പിന്നെ അതുപോലെ പ്രൈവറ്റ് കമ്പനീസ് ആവുന്ന സമയത്ത് ദേ കനോട്ട് ട്രാൻസ്ഫർ ദർ ഷെയർസ് ടു ദ പബ്ലിക്. പിന്നെ പ്രൈവറ്റ് കമ്പനീസിൽ നമുക്കറിയാം മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു സ്റ്റാർട്ട് പ്രൈവറ്റ് കമ്പനി 2, മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 lakhs ആണ്. പിന്നെ മിനിമം പേഴ്സൺസ് ടു ഫോം പബ്ലിക് കമ്പനി 7 ആണ്. മാക്സിമം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എ പബ്ലിക് കമ്പനി ക്യാൻ ട്രാൻസ്ഫർ ദർ ഷെയർസ് ടു ദ പബ്ലിക്. ദേ ക്യാൻ ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു ഇൻവൈറ്റ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പനിയുടെ കേസിൽ ടൈപ്സ് ഓഫ് കമ്പനി എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയും നമുക്ക് കമ്പനി എന്ന ഭാഗത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്